أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وربك أعلم بمن في السماوات والأرض ولقد فضلنا بعض النبيين على بعض وآتينا داود زبورا. قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا. أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان محذورا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 895 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ഇസ്രായിലെ 55 മുതൽ 57 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറബ്ബുക അഅലമു ബിമൻ ഫിസ് സമാവാതി വൽ അർദ് വലഖദ് ഫദ്ദൽനാ ബഅദൻ നബിയ്യിന അലാ ബഅദ് വആതൈനാ ദാവൂദ സബൂറാ. قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا. أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان محذورا. صدق الله العلي العظيم. സൂറത്തുൽ ഇസ്രായിലെ 85 മുതൽ 87 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്താണ് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം. മക്കയിലെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സത്യദീനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടിരുന്നപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർക്ക് സ്വീകാര്യമാവാത്ത വിധത്തിലുള്ള പ്രതികരണമാണ് അവർ കാണിക്കുന്നത്. ഒന്ന്, സമാവിയായ വെളിപ്പാടുകൾ ഒരു മലക്ക് ജിബ്രീൽ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുന്നു എന്നത്. മറ്റൊന്ന്, ഇക്കണ്ട ആളുകളുടെയൊക്കെ കൂട്ടത്തില് അള്ളാഹുവിന്റെ ദൂതനായിട്ട് താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവകാശപ്പെട്ടത്. ഈ രണ്ട് കാര്യങ്ങളും സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ സന്നദ്ധരാവാതെയാണ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംഘർഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉൾക്കൊള്ളാൻ ഈ ആളുകൾ സന്നദ്ധരായാലും അല്ലെങ്കിലും ഇവരുടെയൊക്കെ കാര്യത്തില് അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള ഒരു പുനഃസമാഗമം സംഭവിക്കാനിരിക്കുകയാണ്. അത് സംഭവിക്കുമ്പോ ഓരോരുത്തരും തന്നെ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ വിളി കേട്ടുകൊണ്ട് അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടും വളരെ കുറച്ചല്ലേ തങ്ങളിവിടെ തങ്ങിയുള്ളൂ എന്ന ഒരു തോന്നലോടുകൂടിയുമാണ് അവന്റെ അടുക്കലേക്ക് ഓടിയെത്തുക എന്നതാണ് നമ്മൾ പിന്നിട്ട ഭാഗത്ത് സൂചിപ്പിക്കപ്പെട്ട കാര്യം. അതുകൊണ്ട് സത്യവിശ്വാസികളോട് ഏറ്റവും ഉത്കൃഷ്ടമായത് പറഞ്ഞുകൊള്ളാനും പിശാച് അവരുടെ ദൗത്യത്തെ പരാജയപ്പെടുത്തുന്ന വിധത്തില് അവർക്കിടയിൽ ചണ്ടയുണ്ടാക്കാൻ കാരണമാക്കുന്നതിനെ കുറിച്ച് ജാഗ്രതയുള്ളവരാകാനും
പിശാചിനെ പ്രത്യക്ഷ ശത്രുവായിട്ട് കണ്ടുകൊണ്ട് മാറ്റി നിർത്താനുള്ള കോൺഷ്യസ് ആയ നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും അള്ളാഹു അവരോട് ആവശ്യപ്പെടുകയുണ്ടായി. നമ്മളത് പിന്നിട്ട ആയത്തുകളുടെ ഭാഗമായിട്ട് കാണുകയുണ്ടായി. തുടർന്ന് അള്ളാഹു പറയുകയുണ്ടായത് റബ്ബുക്കും അഅലമു ബിക്കും ഇൻ യശ യർഹമുക്കും ഔ ഇൻ യശ യുഅദ്ദിബുക്കും. നിങ്ങൾ ഓരോരുത്തരുടെയും അർഹത എന്താണ് എന്നത് ഏറ്റവും നന്നായി അറിയുന്നവനാണ് അള്ളാഹു. അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ കാരുണ്യമേകുന്നു, അവൻ ഇച്ഛിക്കുന്നവരെ അവൻ ശിക്ഷിക്കുന്നു. ഇക്കാര്യത്തില് മുൻകൂട്ടി ആർക്കെങ്കിലും പറഞ്ഞു വെക്കാൻ സാധ്യമല്ല. ഓരോരുത്തരും ദൈവിക കാരുണ്യമാണോ അർഹിക്കുന്നത്, അതല്ല ദൈവിക ശിക്ഷയാണോ അർഹിക്കുന്നത് എന്നത് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. മറ്റൊരാൾക്കും അതിനെക്കുറിച്ച് മുൻകൂട്ടി പറയുക സാധ്യമല്ല. അതുകൊണ്ട് ആരും അങ്ങനെയുള്ള പ്രസ്താവനകള് നടത്തേണ്ടതില്ല എന്നതാണ് അവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം. ഒരാളുടെയും കാര്യത്തിൽ വക്കീലായിട്ട് അവരുടെ കാര്യത്തിൽ ചുമതല ഏൽപ്പിക്കപ്പെട്ടവനായിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുള്ളത് എന്നുകൂടി അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നത് ഒരു റിസാലത്താണ്, ഒരു സന്ദേശം എത്തിക്കുക എന്ന കാര്യമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും അതിനെ തുടർന്നുള്ള വിധി തീർപ്പുകൾ ഉണ്ടാകുന്നതും ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച റിസാലത്തിന്റെ അടിസ്ഥാനത്തില് ഏത് ജീവിത സരണി തെരഞ്ഞെടുക്കണം എന്നത് ഓരോരുത്തരും തീരുമാനിക്കുന്ന കാര്യമാണെങ്കിൽ ഓരോരുത്തരും എന്തർഹിക്കുന്നു, അള്ളാഹുവിന്റെ കാരുണ്യമാണോ അതല്ല അള്ളാഹുവിന്റെ ശിക്ഷയാണോ അർഹിക്കുന്നത് എന്ന വിധത്തില് അതിൽ തീർപ്പ് കൽപ്പിക്കാൻ അറിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നതാണ് ഇവിടെ പറഞ്ഞു വെക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച ഭാഗം നോക്കുക. വറബ്ബുക അഅലമു ബിമൻ ഫിസ് സമാവാതി വൽ അർദ്. നിശ്ചയമായിട്ടും നിന്റെ റബ്ബിന് നന്നായിട്ട് അറിയാം ആകാശഭൂമികളിലുള്ള വാനഭുവനങ്ങളിലുള്ളവരൊക്കെയും. ആരൊക്കെയാണ് വാനഭുവനങ്ങളിലുള്ള ദൈവിക സൃഷ്ടികൾ എന്നത് അതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് അള്ളാഹുവിന് അറിയാം. റബ്ബുക അഅലമു, തീർച്ചയായിട്ടും നിന്റെ റബ്ബിന് നന്നായി അറിയാം. ബിമൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളത് ആരൊക്കെയാണ് എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങള് ആകാശങ്ങളിലും ഭൂമിയിലൊക്കെ ഉണ്ട്. പലയിടത്തും മനുഷ്യന്റെ ദൃഷ്ടിയിൽ പോലും വരാത്ത വിധത്തില് ധാരാളം ജീവജാലങ്ങളുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങള് പലയിടത്തായിട്ട് ആകാശങ്ങളിലും ഭൂമിയിലൊക്കെ ആയിട്ടുണ്ട്. ഈ ഓരോ സൃഷ്ടിയുടെയും സൂക്ഷ്മമായ കാര്യങ്ങളൊക്കെയും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ആകാശങ്ങളിൽ ആരൊക്കെ അള്ളാഹുവിന് വഴിപ്പെട്ടവരായിട്ട് കഴിയുന്നു, ഭൂമിയിൽ എവിടെയൊക്കെ ആരൊക്കെ അള്ളാഹുവിന് വിധേയത്വമുള്ളവരായിക്കൊണ്ടോ അല്ലാതെയോ കഴിയുന്നു എന്നതൊക്കെ സൂക്ഷ്മമായിട്ട് അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. വലഖദ് ഫദ്ദൽനാ ബഅദൻ നബിയ്യീന അലാ ബഅദ്, ചില ദൂതന്മാരെ നാം വേറെ ചില ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാക്കിയിട്ടുണ്ട്. അള്ളാഹു ഇവിടെ പ്രത്യേകം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ കുറിച്ച് വിയോജിപ്പും എതിർപ്പും ഒക്കെ കാണിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മക്കയിലെ ആ മുശ്രിക്ക് സമൂഹത്തിന്റെ അവര് മുന്നോട്ട് വെക്കുന്ന അവരുടെ പ്രതികരണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് അള്ളാഹു ഇക്കാര്യം പറയുന്നത്. വലഖദ് ഫദ്ദൽനാ ബഅദൻ നബിയ്യീന അലാ ബഅദ്, ചില ദൂതന്മാരെ നാം മറ്റു ചില ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ട്, അവർക്ക് ചില ഫളല് നൽകിയിട്ടുണ്ട് എന്നാണ് അള്ളാഹുവിടെ
പറയുന്നു. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമൂഹത്തിന്റെ ഒരു പൊതുധാരണ മഹത്വം ഒക്കെ കഴിഞ്ഞു പോയതാണ്. പിന്നിട്ട കാലത്തുണ്ടായിരുന്നതാണ് മഹത്വം ഉണ്ടായിരുന്ന ആളുകളും ഒക്കെ തന്നെ. നമ്മുടെ കാലത്ത്, ഇനി അങ്ങോട്ടുള്ള കാലത്ത് അങ്ങനെ മഹത്വമൊന്നും ആർക്കും പ്രത്യേകിച്ച് കൽപ്പിക്കേണ്ടതില്ല. ആരും പ്രത്യേകിച്ച് മഹത്വം ഉള്ള വിധത്തില് അല്ല ജനിക്കുന്നത്. എല്ലാവരും നമ്മളൊക്കെ പോലെ സാധാരണക്കാരായിട്ട് ജനിക്കുകയും സാധാരണക്കാരായി ജീവിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. ആർക്കും വിശേഷിച്ചൊരു മഹത്വവുമില്ല എന്ന വിധത്തിലാണ് അവര് സംസാരിച്ചു കൊണ്ടിരുന്നത്. മഹത്വം പിന്നിട്ട കാലത്ത് കഴിഞ്ഞു പോയ ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്. മഹാന്മാരെന്നൊക്കെ പറയുന്നത് പഴയ കാലത്ത് ഉണ്ടായിരുന്നതാണ്. ഇപ്പോ അങ്ങനെ മഹത്വമുള്ള ആളുകളൊന്നുമില്ല എന്ന വിധത്തിലാണ് അവര് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിനെ അവര് തള്ളിക്കളയാണ്. നമ്മുടെ ഇടയിൽ സാധാരണ ജീവിതം നയിച്ച ഒരാള് ഒരു പ്രവാചകനായിട്ട് രംഗത്ത് വരിക എന്നത് സംഭവ്യമേ അല്ല എന്നതാണ് അവരുടെ സംസാരം. ഇവിടെ ഒരാളിതാ കുടുംബമുണ്ട്, ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുന്നു. സാധാരണ നമ്മളൊക്കെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നു, അധ്വാനിക്കുന്നു, വിശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്വാഭാവികമായ മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാള് ഒരു നാൾ താൻ ദൈവിക ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ദൈവിക സന്ദേശവുമായിട്ട് വന്നിരിക്കുകയാണ് എന്നാണ് ഇവിടെ അവകാശപ്പെടുന്നത്. അത് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്നതാണ് ഈ ആളുകൾ എടുക്കുന്ന നിലപാട്. ഇതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. വലഖദ് ഫദ്ദൽന ബഅദൻ നബിയ്യീന അലാ ബഅദ് വആതൈനാ ദാവൂദ സബൂറ. മഹത്വത്തിന്റെ കാര്യത്തില്, ഫളലിന്റെ ശ്രേഷ്ഠതയുടെ കാര്യത്തില് തീർച്ചയായിട്ടും നാം ചിലരെ മറ്റു ചിലരെക്കാൾ ഉയർത്തി വെച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് വആതൈനാ ദാവൂദ സബൂറ, ദാവൂദ് അലൈഹി ഇസ്ലാമിന് നാം സബൂർ നൽകുകയുണ്ടായിട്ടുണ്ട്. ദാവൂദ് അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട വേദഗ്രന്ഥമാണ് സബൂർ. ഇസ്രായേൽ സമൂഹത്തില് മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം രംഗത്ത് വന്ന ഒരു യോദ്ധാവും പിന്നീട് രാജാവും അതിനെ തുടർന്ന് പ്രവാചകനുമൊക്കെയായി ദൗത്യം നിർവഹിച്ച വ്യക്തിയാണ് ദാവൂദ് അലൈഹി സ്വലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭാര്യയും മക്കളും ഉള്ള സാധാരണക്കാരനായി ജീവിച്ച ഒരാള് അങ്ങനെ അസാധാരണത്വമുള്ള ആത്മീയതയുടെ ഒരു ലോകത്തേക്ക് പോയി ഭൗതിക ജീവിതവുമായുള്ള സകല ബന്ധങ്ങളും മുറിച്ചു മാറ്റി ജീവിച്ച ഒരാളൊന്നും അല്ലാത്ത ഒരാള് ദൈവികമായ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ നിങ്ങൾക്ക് സ്വീകാര്യമായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഇവിടെ ഇതാ ചരിത്രത്തിൽ നിന്ന് ശ്രദ്ധേയമായ ഒരു കാര്യം. ദാവൂദ് അലൈഹി ഇസ്ലാം യോദ്ധാവായിരുന്നു. അദ്ദേഹം ഒരു പട നയിച്ച് ബനു ഇസ്രായേലിന്റെ ഒരു പോരാട്ടത്തെ വിജയിപ്പിച്ച ആളാണ്. അതിനെ തുടർന്ന് അവരുടെ ചക്രവർത്തിയായിട്ട് അധികാരമേറ്റ ആളാണ്. ആ മനുഷ്യൻ തന്നെയാണ് അള്ളാഹു ചുമതലപ്പെടുത്തിയ ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ട് പ്രവാചകൻ എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ ശ്രേഷ്ഠമായ ഒരു പദവി ഏറ്റുവാങ്ങുകയും സബൂർ എന്ന വേദഗ്രന്ഥം നൽകപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതിലൊന്നും ഒരു അസാധാരണത്വവും കാണേണ്ടതില്ല എന്നതാണ് പരോക്ഷമായിട്ട് അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു കാര്യം. വലഖദ് ഫദ്ദൽനാ ബഅദൻ നബിയ്യീന അലാ ബഅദ്. പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ ചിലരെ മറ്റു ചിലരെക്കാൾ നാം ഫളല് നൽകിയിരിക്കുന്നു, ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. എല്ലാ പ്രവാചകന്മാരോടും ഒരേ സമീപനം സ്വീകരിക്കാൻ നമ്മളോട് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നല്ല സത്യവിശ്വാസികള്
ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹു, അവർക്കിടയിൽ യാതൊരു വ്യത്യാസവും കൽപ്പിക്കുകയില്ല. സകല പ്രവാചകന്മാരെയും അള്ളാഹുവിന്റെ ദൗത്യം നിർവഹിച്ച ദൂതന്മാരായിട്ട് ഒരുപോലെ അവർ അംഗീകരിക്കും എന്നതാണ് സത്യവിശ്വാസികളുടെ ഒരു പ്രത്യേകതയായിട്ട് വിശുദ്ധ ഖുർആനിലും മറ്റൊരിടത്ത് പറയുന്നത്. ഇവിടെ പറയുന്നത് അള്ളാഹു ചില പ്രവാചകന്മാർക്ക് മറ്റ് പ്രവാചകന്മാരെക്കാൾ അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് എന്നതാണ്. ശ്രേഷ്ഠത എന്താണ് എന്നത് നമ്മൾ ഖുർആന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഫضല് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു എവിടെയൊക്കെ ആരുടെയൊക്കെ കാര്യത്തിൽ ശ്രേഷ്ഠത കൽപ്പിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ അത് വലിയൊരു ചുമതല, വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച കാര്യമാണ് അവിടെ പരാമർശിക്കുന്നത് എന്ന്. ഒരു ഉദാഹരണം, ബിമാ ഫദ്ദലല്ലാഹു ബഅളഹും ബഅള എന്ന് പുരുഷന്മാരെ പരാമർശിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് അള്ളാഹു ഒരു ഫضല് വെച്ചിട്ടുണ്ട്. ചുമതലയാണത്. സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കാനും അവരുടെ കാര്യത്തിൽ എല്ലാ വേണ്ട ഉത്തരവാദിത്വവും കാണിക്കുന്നുണ്ട് എന്നത് ഉറപ്പുവരുത്താനുള്ള ഒരു ചുമതലയാണ്, ഒരു ഉത്തരവാദിത്വമാണ് അവിടെ ശ്രേഷ്ഠതയായിട്ട് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാ ശ്രേഷ്ഠത പരാമർശിക്കപ്പെട്ടിടത്തും ഈ ചുമതലയും ഉത്തരവാദിത്വവുമാണ് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ബനൂ ഇസ്രായേലിന്റെ കാര്യത്തില് ഒരിടത്ത് അള്ളാഹു പറയുന്നത് ഫദ്ദൽനാഹും അലൽ ആലമീൻ എന്നാണ്. ലോകത്തെ ഇതര സമൂഹങ്ങളെക്കാൾ നാം അവർക്ക് ശ്രേഷ്ഠത നൽകുകയുണ്ടായിട്ടുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ലോക മനുഷ്യ സമൂഹത്തിന് മാർഗദർശനം കാണിക്കുകയും പ്രവാചകന്മാരുടെ മാതൃകയിൽ അവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് മുഴുവൻ മനുഷ്യർക്കും ശ്രേഷ്ഠത, മുഴുവൻ മനുഷ്യർക്കും സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരു കൂട്ടരായിരുന്നു അവർ, ബനൂ ഇസ്രായേൽ സമൂഹം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിനാണ് ഖൈറു ഉമ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉമ്മത്തു വസത്ത് എന്നൊക്കെ പറയുന്നത്. ഇതേ കാര്യം അവർ നിർവഹിക്കാതെയാവുകയും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരായി, കുഴപ്പവും കലാപങ്ങളും ഉണ്ടാക്കുന്നവരായി അവർ മാറുകയും ചെയ്തപ്പോ അവരെ ആ സ്ഥാനത്ത് നിന്ന് അള്ളാഹു നിഷ്കാസനം ചെയ്തു. അവരുടെ ഖിബിലയിൽ നിന്ന് അള്ളാഹു മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയാൻ സത്യവിശ്വാസികൾക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി. അതിനോടൊപ്പം പറഞ്ഞൊരു കാര്യം കൂടിയാണ് വകദാലിക ജഅൽനാകും ഉമ്മത്തും വസത്ത. ആ ഉമ്മത്ത് വസത്ത് എന്ന സുപ്രധാനമായ ഖൈറു ഉമ്മ എന്ന ആ പ്രാധാന്യമുള്ള കാര്യം അത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനി മുതൽ എന്നുകൂടി പറയുന്നത് നമുക്ക് ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ കാണാൻ സാധിക്കും. ഈ ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചെടുത്ത് ഒക്കെ തന്നെ ഫضല് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ശ്രേഷ്ഠതയും മഹത്വവും ഒക്കെയാണ് എന്നത് അത് ഏൽപ്പിക്കപ്പെട്ട ഒരു ചുമതലയുടെയും ഉത്തരവാദിത്വത്തിന്റെയും ഗാംഭീര്യം കാരണമായിട്ടുള്ള ഒരു ശ്രേഷ്ഠതയാണ്. അല്ലാതെ സ്വത്ത് ഓഹരി വെക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രിവിലേജസിന്റെ കാര്യത്തിലോ ഒന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും ശ്രേഷ്ഠതയുള്ള ആളാണ്. അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ പ്രിവിലേജ്ഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിന്റെ പങ്കുപറ്റി എന്നല്ല. അങ്ങനെയുള്ള ഒരു കാര്യവും ഫضലിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. അത് തെറ്റാണതാണ്. അങ്ങനെയുള്ള ഒരു ഫضലും അള്ളാഹു ആർക്കും നൽകിയിട്ടില്ല. മറിച്ച് ഒരു മഹത്തരമായ ഒരു ഉത്തരവാദിത്വവും ചുമതലയും ഒരാളെ ഏൽപ്പിക്കുന്ന കാര്യം പറയുന്ന അതിനു വേണ്ടി പ്രത്യേകമായിട്ട് അള്ളാഹു ഒരു പ്രാധാന്യം അവർക്ക് നൽകുന്നതാണ് ഈ ഫضല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിച്ച സംഗതി വലഖദ് ഫദ്ദൽനാ ബഅദൻ നബിയ്യിന അലാ ബഅദ്, നിശ്ചയമായിട്ടും ചില പ്രവാചകന്മാരെ നാം വേറെ ചില പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ ശ്രേഷ്ഠരാക്കുന്ന ഉത്തരവാദിത്വവും ചുമതലയും ഒക്കെ നാം അവർക്ക് നൽകിയിരിക്കുന്നു എന്നാണ്. വആതൈനാ ദാവൂദ സബൂറ, ഇസ്രായേൽ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട് വന്ന ചുമതലയേറ്റു വന്ന പ്രവാചകൻ ദാവൂദ് അലൈഹി ഇസ്ലാമിന് നാം സബൂർ നൽകുകയുണ്ടായി. സബൂർ എന്ന വേദഗ്രന്ഥം അദ്ദേഹത്തിന് സങ്കീർത്തനങ്ങൾ എന്നാണ്
ഒരു ക്രൈസ്തവ യഹൂദ പശ്ചാത്തലത്തില് അത് അറിയപ്പെടുന്നത്. അപ്പോ ജബൂർ നൽകി ദാവൂദ് അലൈഹിസ്സലാമിന് പ്രത്യേകം നാം ഒരു വിശിഷ്ടമായ ശ്രേഷ്ഠതയും അത് സ്വാഭാവികമായി അദ്ദേഹത്തില് നിക്ഷിപ്തമാക്കുന്ന ഉത്തരവാദിത്വമൊക്കെ നൽകിയിട്ടുണ്ടായി. അതുകൊണ്ട് നിങ്ങളിപ്പോ ചില മഹത്വമുള്ളവരെന്ന നിലക്ക് കണ്ടുകൊണ്ട് ചിലരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അവരിടപെട്ടാൽ ഞങ്ങളുടെ കാര്യമൊക്കെ എളുപ്പത്തിൽ സാധിക്കും, അത് നിവൃത്തിയുണ്ടാവും, കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചില ശക്തികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പൂർവികരായ മഹത്തുക്കളാണ് അവരിൽ ചിലര്. വേറെ ചിലര് ഇപ്പൊ പഴയ കാലത്ത് ജീവിച്ചിരുന്ന പ്രവാചകന്മാരൊക്കെ ആയിരുന്നു. അതുപോലെയുള്ള മരിച്ചുപോയ ചില പ്രമുഖര്, ഇവരെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അവരോട് ഇടതേടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കിട്ടും എന്ന് നിങ്ങൾ അവകാശപ്പെട്ടുകൊണ്ടിരുന്നതാണല്ലോ. അപ്പൊ അക്കാര്യത്തിൽ അള്ളാഹു പറയുന്നത്, കുൽ പ്രവാചകർ അവരോട് പറയൂ, അള്ളാഹുവിന് പുറമെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിവർത്തിച്ചു തരും എന്ന് നിങ്ങൾ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന കൂട്ടരുണ്ടല്ലോ, അവരെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. നിങ്ങളുടെ ഒരു ദുരിതവും പ്രയാസവും നീക്കിത്തരാനും അവർക്ക് സാധ്യമല്ല. വലാ തഹ്വീല, ഒരു മാറ്റം ഉണ്ടാക്കാനും അവർക്ക് സാധ്യമല്ല. നിങ്ങളിപ്പോ മരിച്ചുപോയ ചില മഹത്തുക്കളുടെ കാര്യത്തില്, മൺമറഞ്ഞു പോയ ചില ആളുകളുടെ കാര്യത്തില്, ചില പൂർവിക പ്രവാചകന്മാരെ പരാമർശിച്ചുകൊണ്ട് ചില അദൃശ്യരായ ചില ജിന്നുകളെയും മലക്കുകളെയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നുണ്ട്, അവര് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും, നിങ്ങൾക്ക് സഹായം ചെയ്തു തരും, നിങ്ങളുടെ പ്രശ്നങ്ങൾ നീക്കി തരും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതാക്കി തരും എന്നൊക്കെ നിങ്ങൾ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രവാചകരെ താങ്കൾ അവരോട് പറയും, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരൊക്കെ നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാക്കി തരും എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ, അവരെയൊക്കെ നിങ്ങളൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ. ഫലാ യംലികൂന, അവർക്കൊരിക്കലും സാധ്യമല്ല കശ്ഫല്ലുർ, നിങ്ങളുടെ ദുരിതം നീക്കിത്തരാൻ, നിങ്ങളുടെ ദുരിതവും പ്രയാസവും നീക്കിത്തരാനുള്ള ഒരു കഴിവും അവരുടെ ഉടമസ്ഥതയിലില്ല. വലാ തഹവീല, ഒരു തഹവീൽ ഉണ്ടാക്കി തരാനും നിങ്ങളുടെ അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാക്കി തരാനും അവർക്ക് സാധ്യമല്ല. ഒരു ദുരിതം നീക്കി തരാനും കഴിയില്ല, ഒരു മാറ്റം ഉണ്ടാക്കി തരാനും സാധ്യമല്ല. ഉലൈകല്ലദീന യദൂന, അവര് തന്നെയും എങ്ങനെയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പൂർവികരായ പല ആളുകളും, പല പ്രവാചകന്മാരും മഹത്തുക്കളും ഒക്കെ ആയിരുന്ന ആളുകൾ, അവരുടെ തന്നെ അവസ്ഥ എന്താണ്? ഉലൈകല്ലദീന യദൂന, അവര് തന്നെ പ്രാർത്ഥിക്കുന്നവരാണ്. യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, തങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് സാമീപ്യം ലഭിക്കാൻ വേണ്ടി ഒരു വഴി തേടുന്നവരാണ് അവരൊക്കെയും തന്നെ. തങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് ഒരു വഴി തേടിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ കരുതുന്ന കൂട്ടരൊക്കെയും തന്നെ. അയ്യുഹും അക്രബു, ആരാണ് കൂടുതൽ അടുപ്പമുള്ളവനായി മാറുക എന്ന വിധത്തില് അവര് റബ്ബിന്റെ അടുക്കലേക്ക് ഒരു വസീലത്ത് തേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോ ആരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചാലാണ് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും എന്ന് സങ്കല്പിക്കുന്നതും പറയുന്നതും ഒക്കെ ആ കൂട്ടരുണ്ടല്ലോ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകള്, അവരുടെ കാര്യം തന്നെ ഇങ്ങനെയാണ്. അവര് യദൂന, തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, തങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് ഒരു മാർഗം തുറന്നു കിട്ടാൻ വേണ്ടി, ഒരു വസീലത്ത് കിട്ടാൻ വേണ്ടി അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അയ്യുഹും അക്രബു, ആരാണ് അവനോട് സാമീപ്യം നേടുന്നവനായി മാറുക എന്ന വിധത്തിലുള്ള ആഗ്രഹത്തില് അവര് റബ്ബിന്റെ അടുക്കലേക്ക് ഒരു വഴി തേടിക്കൊണ്ടിരിക്കുന്നവരാണ്. വയർജൂന റഹ്മതഹു, അവർ കൊതിക്കുന്നത് തങ്ങളുടെ റബ്ബിന്റെ കാരുണ്യവുമാണ്. വയഖാഫൂന അദാബഹു, അവര് ഭയപ്പെടുന്നത് തങ്ങളുടെ റബ്ബിന്റെ ശിക്ഷയെയുമാണ്. ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ, നിശ്ചയമായിട്ടും നിന്റെ റബ്ബിന്റെ ശിക്ഷയുണ്ടല്ലോ, അത് പേടിക്കേണ്ട സംഗതി തന്നെയാണ്.
അപ്പൊ ഇക്കൂട്ടര് നിങ്ങൾ പല മഹത്തുക്കളെയും സങ്കല്പിച്ചുകൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും, നിങ്ങളുടെ അവസ്ഥക്ക് മാറ്റമുണ്ടാകും എന്നൊക്കെയാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. എന്നാൽ നിങ്ങൾ ആരെയാണോ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചത് അക്കൂട്ടരുടെ അവസ്ഥ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവര് മഹത്തുക്കളാണ്, പ്രവാചകന്മാരാണ്, അതുപോലെ വലിയ നിങ്ങളുടെ ദൃഷ്ടിയില് വലിയ ശക്തിയും കരുത്തും ഒക്കെ ഉള്ള ആളുകളാണെന്നാണല്ലോ കരുതുന്നത്. എന്നാൽ അവരുടെ തന്നെ കാര്യം അവരോരോരുത്തരും തന്നെ തങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് ഒരു വഴി തുറന്നു കിട്ടാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. അവര് ആരാണ് അവന്റെ അടുക്കലേക്ക് കൂടുതൽ സാമീപ്യം നേടുക എന്നത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവര് തേടുന്നത് തങ്ങളുടെ റബ്ബിന്റെ കാരുണ്യമാണ്. അവര് ഭയപ്പെടുന്നത് അവന്റെ ശിക്ഷയെയാണ്. തീർച്ചയായിട്ടും നിന്റെ റബ്ബിന്റെ ശിക്ഷ ഭയപ്പെടേണ്ട ഒന്ന് തന്നെയാണ് എന്നാണ് തുറന്ന് അള്ളാഹു പറയുന്നത്. അപ്പൊ നിങ്ങള് വളരെ വ്യർത്ഥമായ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം നിങ്ങളുടെ മനസ്സിൽ മഹത്തുക്കളായിട്ട് കൊണ്ട് നടക്കുന്ന പലരോടും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഈ മഹത്തുക്കൾ തന്നെ അള്ളാഹുവിനോട് വസീലത്ത് തേടിക്കൊണ്ടിരിക്കുന്നവരും അവന്റെ റഹ്മത്ത് കൊതിക്കുന്നവരും അവനോട് തഖറുബ് ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും അവന്റെ അദാബിനെ ഭയപ്പെടുന്നവരും ഒക്കെയാണ് എന്നതാണ് വസ്തുത എന്നാണ് അള്ളാഹുവിടെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വിഡ്ഢിത്തം ചെയ്ത് കാലം കഴിക്കണ്ട. അത് നിങ്ങൾക്ക് നഷ്ടമാണ്. അത് നിങ്ങളെ ആത്യന്തികമായിട്ട് വലിയ പരാജയത്തിൽ മാത്രമേ എത്തിക്കുകയുള്ളൂ. കാരണം പ്രാർത്ഥന നടത്തേണ്ടത്, നിങ്ങളുടെ തേട്ടങ്ങൾ തിരിച്ചുവിടേണ്ടത് ഒക്കെ നിങ്ങളുടെ സ്രഷ്ടാവായ അള്ളാഹുവിന്റെ അടുക്കലേക്കാണ്. സ്രഷ്ടാവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ അടുക്കലേക്ക് വന്ന പ്രവാചകന്മാരും മഹത്തുക്കളായ ആളുകളും അവരെ ഒന്നും വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും അവരെ പൂജിക്കുന്നവരും അവരെ ആരാധിക്കുന്നവരുമായിട്ട് നിങ്ങൾ മാറരുത്. കാരണം അവര് തന്നെ ദുർബലരാണ്. അവര് തന്നെ തങ്ങളുടെ റബ്ബിനോട് റഹ്മത്ത് തേടുന്നവരാണ്. തങ്ങളുടെ റബ്ബിന്റെ അദാബിനെ ഭയപ്പെടുന്നവരാണ്. അവന്റെ അടുക്കലേക്ക് സാമീപ്യം കിട്ടാൻ വേണ്ടി ഒരു വസീലത്ത് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. തീർച്ചയായിട്ടും നിന്റെ റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെടുക തന്നെ വേണം എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. അപ്പോ ഇന്ന് നമ്മൾ വായിച്ച 3 ആയത്തുകളാണ് ഞാനിന്ന് വിശദീകരിച്ചിട്ടുള്ളത്. 55 മുതൽ 57 വരെയുള്ള ആയത്തുകൾ. ഞാനിവിടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.